തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ആക്ടിവിറ്റി കൂടുക, അതിൽ നിന്നുണ്ടാവുന്ന കണ്ടീഷനാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുക. ഹൈപ്പർ തൈറോയിഡിസം വരാനുള്ള മെയിൻ കാരണം നമ്മുടെ ഇടയിൽ കാണുന്ന ഒരു തരം ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. ഈ ഡിസീസിലാണ് യൂഷ്വലി നമുക്ക് ഹൈപ്പർ തൈറോയിഡിസം കാണപ്പെടുക. പുരുഷന്മാരെ അപേക്ഷിച്ച് കൂടുതലും കാണുന്നത് സ്ത്രീകളിലാണ്. ഒരു ഫാമിലിയിൽ ഒരാൾക്ക് ഉണ്ടെങ്കിൽ അടുത്ത ആൾക്ക് വരാനുള്ള സാധ്യത, ഒരു ജനറ്റിക് ലിങ്ക് അതിൽ കാണപ്പെടുന്നത്. അയഡിന്റെ ലെവൽസ് ഒരു പരിധിക്കപ്പുറം നമ്മുടെ ബോഡിയിൽ കൂടുവാണ്. അങ്ങനെ വന്നാലും നമുക്ക് ഹൈപ്പർ തൈറോയിഡിസം വരാവുന്നതേ ഉള്ളൂ. തൈറോയിഡൈറ്റിസ് വരുമ്പോൾ അവിടെ ഒരു ഇൻഫ്ലമേഷൻ വന്നു, അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുന്നു, എന്നിട്ട് തൈറോയിഡിൽ ഉണ്ടാവുന്ന ഹോർമോൺസ് ബ്ലഡിൽ താനെ അങ്ങ് ലീക്ക് ഔട്ട് ചെയ്യുന്നു. അങ്ങനെയും T3 T4ന്റെ ലെവൽസ് കൂടിയിട്ട് നമുക്ക് ഹൈപ്പർ തൈറോയിഡിസം കാണാം. ചില ട്യൂമേഴ്സ് വരാറുണ്ട്, ഓവറീസിലും ടെസ്റ്റിസിലും. ഇവയിൽ ട്യൂമേഴ്സ് വന്നു കഴിഞ്ഞാലും തൈറോയ്ഡ് ഗ്ലാൻഡിലെ ഹോർമോൺസിന്റെ ലെവൽസ് കൂടാറുണ്ട്. ഹൈപ്പർ തൈറോയിഡിസത്തിൽ യൂഷ്വലി ഗോയിറ്റർ വരാറുണ്ട്. മിക്കപ്പോഴും ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ കൂടെയുള്ള ഒരു സിംറ്റം ആണ് കൈയും കാൽവെള്ളയും വിയർക്കുക. ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും ചെയ്യാനിരിക്കുവാണെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല, ഉറക്കം വരുന്നു, എപ്പോഴും ക്ഷീണം, തളർച്ച, ഇതൊക്കെ ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ഫീച്ചേഴ്സ് ആണ്. ഒരിക്കലും തൈറോയ്ഡ് മെഡിസിൻസ് കഴിക്കുമ്പോൾ ഒരു എൻഡോക്രൈനോളജിസ്റ്റിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറിന്റെയോ അഡ്വൈസ് ഇല്ലാതെ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പാടില്ല. ഹൈപ്പർ തൈറോയിഡിസം ഉള്ളൊരു കേസിൽ നമ്മൾ അയഡിൻ ഇൻടേക്ക് കുറയ്ക്കുകയും ഏതെങ്കിലും വിധത്തിൽ തൈറോയിഡൈറ്റിസോ അങ്ങനത്തെ ഫീച്ചേഴ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അതിന് മെഡിക്കൽ എയ്ഡ് തേടുക തന്നെയാണ് ചെയ്യേണ്ടത്.